ചോട്ടാ ചോട്ടാ മുംബൈ, തലയുടെ വാസ്കോഡ ഗാമയുടെ ചോട്ടാ മുംബൈ അങ്ങനെ നമ്മൾ വീണ്ടും കണ്ടിരിക്കുന്നു. എൻ്റെ പൊന്നോ, വീണ്ടും തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. അന്ന് 2007 ആ വർഷത്തിൽ കണ്ട അതേ സന്തോഷത്തിന്റെ ഫീല് തന്നെയാണ് മനസ്സിലേക്ക് ഇരച്ചു പാഞ്ഞു വന്നത്. അന്ന് ഈ ചിത്രം കണ്ടത് കൂട്ടുകാരുടെ കൂടെയൊക്കെയാണ്. കൂട്ടുകാരായിട്ട് ITI പഠിക്കുന്ന കാലമായിരുന്നു. അന്ന് അങ്ങനെ പോയി കണ്ടതാണ് ചിത്രം. 6 വട്ടം കണ്ടു അന്ന്. അപ്പോൾ അതിനുശേഷം 18 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ചിത്രം നമ്മൾ കണ്ടു. എൻ്റെ പൊന്നോ, അടിപൊളിയല്ലേ, വല്ലാത്ത വേറെ ലെവലാണ്. അന്ന് ഈ ചിത്രം ഇറങ്ങിയതിന്റെ ഒപ്പം തന്നെയായിട്ട് ബിഗ് ബി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ചിത്രത്തിന്റെ ഒപ്പമല്ല, ബിഗ് ബി പതുക്കെയാണ് കടന്നു വന്നത്. പക്ഷെ ബിഗ് ബി നല്ല പോലെ ഈ ചിത്രത്തിനൊപ്പം തന്നെ ഇങ്ങനെ നിലനിൽക്കാനുള്ള കരുത്തായിട്ട് കടന്നു വന്നെങ്കിലും ബിഗ് ബിക്ക് കാര്യമായിട്ടുള്ള തിരക്കൊന്നും അന്ന് കണ്ടിരുന്നില്ല, അന്ന് ഉണ്ടായില്ല. പക്ഷെ കണ്ടമാനം ആളുകൾ വന്ന് കണ്ടത് ഈ ചിത്രമായിരുന്നു. വാസ്കോഡ ഗാമേനെ കാണാനാണ് എല്ലാവരും കടന്നു വന്നത്. വാസ്കോഡ ഗാമ, മുള്ളൻ ചന്ദ്രപ്പൻ, അതുപോലെ തന്നെ നമ്മുടെ സുശീലൻ, ബിജുക്കുട്ടലുണ്ടല്ലോ. അപ്പൊ ഇവരൊക്കെ കിടിലൻ അഭിനയം. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നടൻ കലാഭവൻ മണിയുടെ നടേശൻ. എൻ്റെ പൊന്ന്, വീണ്ടും തിയേറ്ററിൽ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ 2016 നമ്മൾ വിട്ട് പിരിഞ്ഞു പോയ കലാഭവൻ മണി വീണ്ടും ഇവിടെ ജീവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായി. എൻ്റെ പൊന്ന്, അടിപൊളി. വിനായകൻ, കലാഭവൻ മണി, കൊച്ചിൻ ഹനീഫ, വമ്പൻ താരനിര. സായ് കുമാർ, നമ്മുടെ പാമ്പായിട്ട് നമ്മുടെ രാജംബി ദേവ് ചേട്ടൻ. പിന്നെ ഇതിൽ ഒരുപാട് താരങ്ങളായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് അവരൊക്കെ വീണ്ടും കാണുമ്പോണ്ടല്ലോ, വീണ്ടും നമ്മൾ ഇന്നലെ കഴിഞ്ഞു പോയതുപോലെ തോന്നിയത്. ഈ 2007 എന്നുള്ള വർഷം ഇന്നലെ കഴിഞ്ഞു പോയതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അതുപോലെയാണ് ചിത്രം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഒരുപക്ഷെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് ഈ ചിത്രം തിയേറ്ററിൽ വന്ന് കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ടായിരിക്കുന്നു. അത് വലിയ കാര്യം തന്നെയല്ല. കാരണം അന്ന് അവര് 2007 ഈ ചിത്രം കാണാൻ വരാൻ പറ്റാത്ത കുഞ്ഞുങ്ങള്, മുട്ടിലെഴിഞ്ഞ് നടന്ന കുഞ്ഞുങ്ങളൊക്കെ ഇപ്പൊ വന്ന് അടിപൊളിയായിട്ട് ഈ ചിത്രം കാണുമ്പോൾ മോഹൻലാലിന്റെ ഒരു നടനം വളരെ മിക്കുമുറ്റ അടിപൊളി സന്തോഷമാണ്. കാരണം എന്താ പറയണ, കോമഡിയും ആക്ഷനും എല്ലാം മിക്സ് ചെയ്ത് കൊണ്ടുപോയ ഒരു രസികനായിട്ടുള്ള ഒരു പടമാണ് ചോട്ടാ മുംബൈ. ഇതിന്റെ തിരക്കഥ ബെന്നി പി നായരമ്പലമാണ്. അതുപോലെ തന്നെ അൻവർ റഷീദ് രണ്ടാമത് എടുത്ത ചിത്രമാണ് ചോട്ടാ മുംബൈ. അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമല്ല കേട്ടാ, രണ്ടാമത്തെ ചിത്രമാണ് ചോട്ടാ മുംബൈ. മണിയമ്പിള്ള രാജു നിർമ്മാണം ചെയ്തു. അതുപോലെ തന്നെ മണിയമ്പിള്ള രാജു ചേട്ടൻ മാത്രമല്ല ഇതിന്റെ നിർമ്മാണം അജയ് ചന്ദ്രൻ നായർ, രഘുചന്ദ്രൻ നായർ, ഇവർ 3 പേരും ചേർന്നിട്ടാണ് ഈ ചിത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ ക്യാമറ അഴകപ്പനാണ്. ഈ ചിത്രം എഡിറ്റ് ചെയ്തിട്ടുള്ളത് ഡോൺ മാക്സ് ആണ്. ഇതിലെ സംഗീതം രാഹുൽ രാജ് ഒരുക്കിയിട്ടുള്ള സംഗീതമാണ്. അടിപൊളിയാണ്. എനിക്ക് ഈ ചിത്രത്തിൽ ഒരു പാട്ടുണ്ട്, പൂനിലാ മഴ നനയും പാതിരാക്കുരുവികളെ പോരുമോ ഇതുവഴി. വളരെ ഇഷ്ടമാണ് ആ പാട്ട്. എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. വരികളൊക്കെ ഇത്തിരി തെറ്റിപ്പോയിട്ടാണ് ഞാൻ പാടിയപ്പോ. വളരെ ഇഷ്ടപ്പെട്ട പാട്ട് തന്നെയാണ്. അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ചിത്രം. അപ്പൊ വീണ്ടും കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. നമ്മുടെ മോഹൻലാലിനെ വീണ്ടും വാസ്കോഡ ഗാമയായിട്ട് വീണ്ടും വെള്ളിത്തിരയിൽ വീണ്ടും കണ്ടപ്പോ അടിപൊളി. ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ ചിപ്പി വളക്കുലക്കിടയിൽ ഞാൻ കണ്ടൊരു അടിപൊളിയാണ്. പിന്നെ നമുക്ക് കുറെ പറയാനുണ്ട് ഈ ചിത്രത്തെ കുറിച്ച്. അതായത് ഈ ചിത്രത്തിൽ അഭിനയിച്ച ഒരുപാട് താരങ്ങൾ നമ്മൾ വിട്ടുപോയി. കലാഭവൻ മണിച്ചേട്ടൻ, അതുപോലെ തന്നെ സന്തോഷ് ജോഗി, ഷെറിൻ എന്ന കഥാപാത്രം ചെയ്ത, അതായത് മോഹൻലാലിന്റെ സഹോദരിയായിട്ട് അഭിനയിച്ച ശരണ്യ, പിന്നെ അതേപോലെ തന്നെ കലാഭവൻ ഹനീഫ്, ആ ചേട്ടൻ ഈ അടുത്താണ് മരണപ്പെട്ടു പോയത്. അതുപോലെ ഒരുപാട് പേര് വിട്ടുപോയി. രാജംബി ദേവ് ചേട്ടൻ. അപ്പൊ അത്രയേറെ വേദന. കൊച്ചുപ്രേമൻ ചേട്ടൻ എടുത്ത് പറയണം. കൊച്ചുപ്രേമൻ ചേട്ടൻ ബാങ്ക് മാനേജറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ നമ്മൾ വിട്ടകന്നു പോയവരാണ്. അപ്പൊ ആ വേദന നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ചിത്രം കണ്ടപ്പോൾ നമുക്കത് ഫീൽ ചെയ്തു. അവരൊന്നും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നു. പിന്നെ അതുപോലെ ഈ ചിത്രത്തിൽ പറക്കും ലതയായിട്ട് അഭിനയിച്ച ഭാവന, പിന്നെ മുള്ളൻ ചന്ദ്രപ്പൻ, സിദ്ദിഖ്, പടക്കം ബഷീർ, ജഗതി ചേട്ടൻ, ഷക്കീല, അങ്ങനെ പ്രമുഖരായിട്ടുള്ളവരൊക്കെ ആയിട്ടൊരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു സിനിമയാണ് ഈ ചിത്രം. ഈ ചിത്രത്തിൽ ഷക്കീല അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അന്ന് വാർത്തകൾ വന്നപ്പോൾ എല്ലാവരും അമ്പരുന്നു. വീട്ടമ്മമാരൊക്കെ ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തു, അയ്യോ ഷക്കീലയോ, എൻ്റെ പൊന്നി എന്ത് ഇവിടെ നടക്കാൻ പോണേ, പിള്ളേരൊക്കെ ഇനി ചീത്തയാവും, ആ ഒരു രീതിയിലായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും ആയിരുന്നില്ല. ആ സിനിമ വളരെ സന്തോഷമുള്ള ഒരു ചിത്രമായിരുന്നു. ഹാപ്പി മൂഡിൽ കാണാൻ പറ്റിയ ഒരു ഉത്സവ ചിത്രമാണ്. ഫെസ്റ്റിവൽ മൂഡാണ് ചിത്രം ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ വീണ്ടും ആ ചിത്രം കാണാൻ കയറിയപ്പോൾ സന്തോഷമായി. ശ്രീഭദ്ര പിക്ചേഴ്സ് ആണ് ഇതിന്റെ പ്രൊഡക്ഷൻ. അപ്പൊ അടിപൊളി വൈബായിട്ട് വീണ്ടും അങ്ങനെ നമ്മള് ചോട്ടാ മുംബൈ കണ്ടിരിക്കുന്നു. അപ്പൊ ജനങ്ങൾ നല്ലതുപോലെ കടന്നു വരും ചിത്രം കാണാനായിട്ട്. മോഹൻലാലിനെ ആരാധിക്കുന്നവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് വാസ്കോഡ ഗാമ. തലയുടെ പിള്ളേരുടെ വിളയാട്ടം. ഇത് തലയുടെ പിള്ളേരുടെ വിളയാട്ടം.
അപ്പൊ ഒരു വിളയാട്ടം തന്നെയാണ്. ഇനി തിയേറ്ററിൽ നല്ലതുപോലെ തിരക്കുകൾ ഉണ്ടാവും, ജനങ്ങളൊക്കെ ഒഴുകി വരും, യുവാക്കൾ കടന്നു വരും. ഇപ്പൊ ഈ സിനിമ തിയേറ്ററിൽ അങ്ങനെ റിലീസ് ചെയ്ത അന്ന് കാണാൻ പറ്റാത്തവരൊക്കെ ഒരുപാട് പേര് കാത്തിരിപ്പുണ്ടാവും. അപ്പൊ ഈ ചിത്രം കാണുമ്പോൾ വലിയ സന്തോഷം തന്നെയാണ്. നമുക്ക് മൊബൈലിലും ടി വിയിലൊക്കെ ഈ പടം കാണാമെങ്കിലും നമ്മൾ തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ ലെവലല്ലേ. ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എത്ര പൈസ മുടക്കിയാലും വേണ്ടിയില്ല നമ്മൾ ഈ ചിത്രം കാണാനായിട്ട് കടന്നു വരുന്നത്. അപ്പൊ ഒരു അടിപൊളി ചിത്രമാണ് അൻവർ റഷീദ് ഒരുക്കിയ ചോട്ടാ മുംബൈ.